ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പാൽ വാഴക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. കായ്ക്കറി എന്നും ഇതിന് പറയും. അപ്പോൾ ഇതിന് വേണ്ടി 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പാൽ വാഴക്കയുടെ റെസിപ്പി ഇടണം എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ പാൽ വാഴക്ക റെസിപ്പി ചെയ്യുന്നത്. പാലിപ്പോൾ ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ചവ്വരി ഒന്ന് കുക്കായി കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോ പാലിന് പകരം തേങ്ങാപ്പാൽ വെച്ചത് ചെയ്യാട്ടോ. ഇനി ചേർക്കാനുള്ളത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല പഴുത്തത് തന്നെ എടുക്കാൻ നോക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറക്കാം, അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പശുമ്പാലിൽ ചെയ്യുന്നത്. ഇനിയിപ്പോ 2 ഏലക്കയുടെ കുരു ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് പാല് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാട്ടോ. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് വാങ്ങി വെക്കാം. ഇനിയിപ്പോ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കത് പാൽവാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ മാറ്റി വെക്കാട്ടോ, നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ പാൽവാഴക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാൽവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുപ്പിച്ചിട്ടും അല്ലാതെ ചൂടോട് കൂടിയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്